ചോദ്യം ചോദിക്കുന്ന ഓരോ വ്യക്തിയുടെ പൂർണ്ണ സമ്മതത്തോടു കൂടിയാണ് ഈ ഒരു വീഡിയോ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യുന്നത്. ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ ഫ്രീ ആയി ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ അപ്ഡേറ്റ്സിനെ കുറിച്ച്, ട്രെയിനിങ്ങിനെ കുറിച്ച്, അല്ലെങ്കിൽ കോച്ചിങ്ങിനെ കുറിച്ചിട്ട് എല്ലാം ചോദ്യം ചോദിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ യൂട്യൂബിൽ ഡിസ്ക്രിപ്ഷനിൽ 2 ലിങ്ക് ഉണ്ട്. ഒന്ന് മലയാളത്തിലുള്ള ലിങ്ക്, ഒരു വാട്സപ്പ് ഗ്രൂപ്പിലേക്കുള്ള ലിങ്കും, മറ്റത് ഇംഗ്ലീഷ് വാട്സപ്പ് ഗ്രൂപ്പിലേക്കുള്ള ലിങ്ക്. അതിൽ ഏതിലും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം, അല്ലെങ്കിൽ 2ലും ജോയിൻ ചെയ്യാം. I'll see you in the WhatsApp group. If someone blames me with some third person, if third person informed to me, I feel very sad. Okay. And also in that time I also blame that person. It's not a good habit of me. I want to overcome for this kind of habits. Okay. Did you get? Yeah, I got it very clear. അതായത് ഒരു വ്യക്തി നിങ്ങളെ പറ്റി മറ്റൊരു വ്യക്തിനോട് നിങ്ങളെ കുറ്റം മറ്റുള്ളൊരു വ്യക്തിനോട് പറയുന്നു, ബി എന്ന് പറഞ്ഞ വ്യക്തിനോട് പറഞ്ഞ്, ബി എന്ന് പറഞ്ഞ വ്യക്തി നിങ്ങളോട് വന്ന് പറഞ്ഞ് എ നിങ്ങളെ പറ്റി കുറ്റം പറഞ്ഞു എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ തിരിച്ച് ആ എനെ കുറിച്ച് കുറ്റം പറയണം. Is it right? Yes, sir. Okay. Number 1, you can't change people. Do you agree? Yes, sir. Do you agree that you can't change people? Number 1, നിങ്ങൾക്ക് ആരെയും നിങ്ങൾക്ക് മാറ്റാൻ പറ്റില്ല. Number 2, ഒരു യഥാർത്ഥ now is this happening in your organization or outside the organization? വീട്ടിലാണോ ഓഫീസിലാണോ എവിടെ ഇത് നടക്കുന്നത്? ഓർഗനൈസേഷനിലാണ് ഇത് നടക്കണമെന്നുണ്ടെങ്കിൽ അണ്ടർസ്റ്റാൻഡ് വൺ തിങ്, മിസ്റ്റർ എ or Miss A should not be talking about you to Mr. B, but instead of that they have to speak directly to you. Is it correct? അവർ നേരിട്ട് നിങ്ങളോട് സംസാരിക്കേണ്ടത്. നമ്മൾ ഇവിടുത്തെ പ്രശ്നം എന്താ അറിയോ, വീട്ടിൽ വല്ല പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ കൊണ്ടുപോയി നമ്മളെ ബോസ് അല്ലെങ്കിൽ നമ്മളെ ഓഫീസിലെ ഏറ്റവും നല്ല ഫ്രണ്ടിനെ ആയിരിക്കും എല്ലാ പ്രശ്നങ്ങളും പറയും. വീട്ടിലെ പ്രശ്നം അവിടെ പറയും. അതേപോലെ തന്നെ ഓഫീസിന് വല്ല പ്രശ്നം ഉണ്ടെങ്കിൽ ഒരു മാനേജറായിട്ടും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ മാനേജറിനോട് പറയുന്നതിന് പകരം ആ പ്രശ്നമൊക്കെ ചിലപ്പോൾ നമ്മളെ ഫ്രണ്ട്സിനോട്, ഓഫീസിലെ മറ്റേ ഫ്രണ്ട്സിനോടായിരിക്കും പറയാം, അല്ലെങ്കിൽ വീട്ടിൽ കൊണ്ട് നമ്മളെ വൈഫിനോടായിരിക്കും പറയാം. ഓക്കെ, ദിസ് ഈസ് ആബ്സല്യൂട്ട്ലി നോട്ട് ദ റൈറ്റ് വേ. നിങ്ങൾക്കൊരു ഇഷ്യൂ ഉണ്ടെങ്കിൽ, നിങ്ങൾക്കൊരു ചാലഞ്ച് ഉണ്ടെങ്കിൽ, നിങ്ങൾ ചിലപ്പോൾ അതിന് പ്രോബ്ലം എന്നൊക്കെ വേണം പറയാം. ഒരു ചാലഞ്ച് ഉണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് എവിടെ നിന്നാണ് ഈ ചാലഞ്ച് വരുന്നത്, വേർ ഈസ് ദിസ് ചാലഞ്ച് കമ്മിങ് ഇൻ. ഓക്കെ, ആ ചാലഞ്ച് അവിടെ പോയിട്ട് വേണം അഡ്രസ്സ് ചെയ്യാൻ. അവിടെ പോയിട്ട് വേണം അതിനെ എക്സ്റ്റിങ്ക്വിഷ് ചെയ്യാൻ. നമ്മൾ തീയൊക്കെ എക്സ്റ്റിങ്ക്വിഷ് ചെയ്യാനല്ല, ഫയർ എക്സ്റ്റിങ്ക്വിഷറൊക്കെ ഉപയോഗിച്ചിട്ട് എവിടെ നിന്നാണ് തീ പുറപ്പെടുന്നത് അവിടെ കൊണ്ടുപോയിട്ട് വേണം നിങ്ങൾ എക്സ്റ്റിങ്ക്വിഷ് ചെയ്യാൻ. അല്ലെങ്കിൽ തീയിൽ പോയിട്ട് ചെയ്തിട്ട് ഒരു കാര്യമില്ല, കാരണം വീണ്ടും തീ അവിടെ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. So in your case, do you think that it is good, rather than blaming the person, നിങ്ങളോട് പറഞ്ഞ ആൾ ബി എന്ന് പറഞ്ഞ വ്യക്തി നിങ്ങളോട് എ കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ, don't you think it is better to go to Mr. or Miss A and speak to him or her directly പോയിട്ട് എനോട് സംസാരിക്കുന്നതാണ് നല്ലത്? Tell me. Yeah, I informed to Mr. B. I speak with this topic with him. He said don't speak, leave it. No, okay. If it is leave it, then don't talk to you. അങ്ങനെ ഒരു വ്യക്തി പറയുന്നത്, അത് മറന്നാളെന്ന് പറയുമ്പോൾ അങ്ങനത്തെ വ്യക്തി പിന്നെ പറയാൻ നിൽക്കരുത്. ഒരു സാധനം പറഞ്ഞ ശേഷം മറന്നാളെന്ന് പറഞ്ഞതല്ല ശരി. നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു സൊല്യൂഷൻ കാണണം, അല്ല വെറുതെ ഇത് പറഞ്ഞ് 4 ആൾക്കാരോട് പറയേണ്ട ആവശ്യമില്ല. സോ നമ്പർ 1, ഡോണ്ട് ലിസൺ ടു ദിസ് ടൈപ്പ് ഓഫ് പീപ്പിൾ. ഓക്കെ, ഡോണ്ട് ലിസൺ ടു ദിസ് ടൈപ്പ് ഓഫ് പീപ്പിൾ. ഇങ്ങനത്തെ വ്യക്തികൾ എന്താ, ഈ ബി എന്ന് പറഞ്ഞ വ്യക്തി ഇവിടെ ചെയ്യുന്ന തെറ്റെന്ന് വെച്ചാൽ എനെ കുറിച്ചിട്ട് നിങ്ങളോട് പറഞ്ഞതെന്നുള്ള എല്ലാവരോടും പോയി പറയാം. സോ ആ വ്യക്തിനെ കേൾക്കാതിരിക്കുക, ഒന്നിലും ആളെ കേൾക്കാതിരിക്കുക. കാരണം കൊണ്ടുവരുന്നൊക്കെ ഇങ്ങനത്തെ മറ്റ് എന്ന് പറഞ്ഞ ആൾ പറഞ്ഞിട്ടുള്ള കുറ്റങ്ങളായിരിക്കും കൊണ്ടുവരുന്നത്. സോ ജസ്റ്റ് ഡോണ്ട് ബോദർ അബൌട്ട് ഇറ്റ്, ജസ്റ്റ് ഡോണ്ട് ലിസൺ ടു ദാറ്റ് വൺ. ആണ് നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന വ്യക്തി. ഇഫ് എ ഈസ് എ മാനേജർ, then go and talk and get it clear. Sir, ഞാൻ ഇങ്ങനെ പറഞ്ഞു കേട്ടു, this is not clear, നിങ്ങൾ ഇങ്ങനെ പറഞ്ഞു. So what can I do എന്ന് വെച്ചാൽ you have to have the guts to talk. You're with me? Yes, sir. ഇനി ഞാൻ ചോദിക്കട്ടെ, നിങ്ങളോട് ബി പറഞ്ഞ കാര്യം, ഓക്കെ, വാട്ട് എവർ ഇറ്റ് ഈസ്, ഒഫീഷ്യൽ ആയിരിക്കാം, ഇസ് ദാറ്റ് യുവർ മിസ്റ്റേക്ക്? അത് സംഭവിച്ചതാണോ, മിസ്റ്റേക്ക് ആണോ, അല്ലെങ്കിൽ ജസ്റ്റ് ബാക്ക് ബൈറ്റിംഗ് ആണോ? വാട്ട് ഇസ് ഇറ്റ്? It's backbiting. Just give you the clear example. My owner said don't print the extra paper. That person, he said I need this much. He gave by WhatsApp around 11 to 12 papers to print. I said I said with politely. My owner said strictly don't print the extra print. So I'm extremely sorry, I can't print this thing. He said to another person informed to me. He said like this and all.
ഇതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളാണ്. ഡോണ്ട് ടേക്ക് ദിസ് Yeah. വെരി സീരിയസ്. ദിസ് ആർ സ്മോൾ തിങ്സ്. ഓക്കെ, നമ്പർ Okay. 1. നമ്പർ 2, നമ്മളൊരു എംപ്ലോയി ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ, യു ആർ എംപ്ലോയി there, am I right? നിങ്ങളൊരു എംപ്ലോയി അല്ലേ? നിങ്ങളവിടെ Yes. എംപ്ലോയി ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു പേപ്പർ പ്രിന്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു പേപ്പറാണ്, പ്രിന്റിംഗ് ആണ്, അത്രേ ഉള്ളൂ. പക്ഷേ ആ പൈസ ചെലവാക്കുന്ന ഒരു വ്യക്തി ഉണ്ടല്ലോ അവിടെ. Am I right? Yes. മുതലാളി എന്ന് വേണം പറയാം, ഓണർ എന്ന് വേണം പറയാം, ചെയർമാൻ എന്ന് whatever it is നമുക്ക് പറയാം. ആ വ്യക്തി ഓരോരോ പേപ്പറിന് പൈസ കൊടുക്കുന്നുണ്ട്. Yes. ഡു യു അഗ്രി? ആ വ്യക്തി ഓരോരോ ഇങ്ക് ഡ്രോപ്സ് അതിൽ പ്രിന്റ് ചെയ്യുമ്പോൾ അതിന് പൈസ കൊടുക്കുന്നുണ്ട്. ആ വ്യക്തി ഇലക്ട്രിസിറ്റിക്ക് പൈസ കൊടുക്കുന്നുണ്ട്, നമ്മൾ കൊടുക്കണില്ല. സോ ദ വേ ദറ്റ് ഹീ ഈസ് തിങ്കിങ്, അദ്ദേഹം എങ്ങനെയാണോ ആലോചിക്കുന്നത് നിങ്ങൾ എങ്ങനെ ആലോചിക്കുന്നത് വ്യത്യാസമുണ്ട്. ഇപ്പൊ ചില ഓഫീസിൽ നമ്മൾ കൊണ്ടുപോയിട്ട് ഒരുപാട് പേപ്പേഴ്സ് ഇങ്ങനെ പ്രിന്റ് ചെയ്യും. ചിലപ്പോൾ വീട്ടിലത്തെ മക്കൾക്കുള്ള പ്രിന്റിങ് അവിടെ തന്നെയാണ് നടക്കല്. Am I right? For you it's just a printing. Am I right? But Yeah. the person who is giving the money, it's a big thing for him, because ചിലപ്പോൾ ആ ഒരു മണിയാണ് പ്രോഫിറ്റും ലോസിലേക്കൊക്കെ പോകേണ്ട പൈസയാണ് ആ പോണത്. Do you agree? Yes, sir. So don't you Yeah. think that he is right? Yeah, Don't he you is think right. do you agree to Yeah. that? And do you think that you're also right? Yeah, I'm also right. Forget about it. Yeah, okay. Thank you very much, ജസ്റ്റ് Sensei. ഫർഗെറ്റ് അബൌട്ട് ഇറ്റ്. കാരണം പല സ്ഥലത്ത് നമ്മൾ ചെയ്യുന്നത് ശരിയാണ്, അവർ ചെയ്യുന്നത് ശരിയാണ്. പക്ഷെ നമ്മൾ എപ്പോഴും ലോജിക്കലായിട്ട് ഇത് ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ അവരുടെ ഭാഗത്താണെങ്കിൽ, നമ്മളൊരു ഓണറിൻ്റെ ഭാഗത്താണെങ്കിൽ, അല്ലെങ്കിൽ നമ്മളൊരു അതിൻ്റെ ഫൗണ്ടറിൻ്റെ ഭാഗത്ത്, അല്ലെങ്കിൽ നമ്മൾ ഒരു മാനേജറിൻ്റെ ഭാഗത്താണെങ്കിൽ ചിലപ്പോൾ അവർ ശരിയായിരിക്കും. സോ ജസ്റ്റ് ഫർഗെറ്റ് അബൌട്ട് ദിസ്. ഡോണ്ട് ടേക്ക് ദിസ് ആസ് സീരിയസ്. ഇതിനെക്കാട്ടും വലിയ വലിയ സീരിയസ് ആയിട്ടുള്ള കാര്യം ജീവിതത്തിൽ നടക്കുമ്പോൾ ഈ ചെറിയ ചെറിയ കാര്യത്തിന് ബാക്കിൽ പോകരുത്. ആർ യു ഹാപ്പി വിത്ത് ദാറ്റ്? Yeah, happy, Sensei. Thank you very much. താങ്ക് യു വെരി മച്ച്.